ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അബുദാബിയിൽ പ്രസിഡൻഷ്യൽ പാലസിൻ്റെ മുന്നിലാണ്. പ്രസിഡൻഷ്യൽ പാലസ് ഒന്ന് കണ്ടിട്ട് വരാൻ നമുക്ക്. ഇത് റീസെൻ്റ്ലി ഓപ്പൺ ആയതാണ്. മാർച്ച് 11-നാണ് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. നമുക്ക് അടുത്തത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാം. അപ്പോൾ പ്രസിഡൻഷ്യൽ പാലസിൻ്റെ അകം കാണാൻ വേണ്ടി പോവാണ്. ഇത് അബുദാബിക്ക് അല്ലെങ്കിൽ UAEക്ക് ഒരു പൊൻതൂവലാണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിൾ ആൻഡ് യുണീക്ക്. നമ്മൾ അകത്തേക്ക് പോയി നോക്കാം. വലിയൊരു കവാടത്തിലൂടെയാണ് കയറി പോകേണ്ടത്. അവിടെ തന്നെ സൂപ്പറാണ്. അവിടുത്തെ ഓരോ ഡിസൈൻസും UAEയുടെ എംബ്ലം അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. ചാൻലിയേഴ്സ് എല്ലാം നമ്മൾ ഇതുവരെ കാണാത്ത തരം ഡിസൈനിലാണുള്ളത്. നമ്മുടെ മെയിൻ ഡോർ വഴി അകത്ത് കയറി നോക്കാം. വാവ്, അടിപൊളി. ഒരു വലിയ ഏരിയ തന്നെയുണ്ട്. അതുപോലെ തന്നെ മുകളിലൊക്കെ അടിപൊളി ഡിസൈൻസ് സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസൈനാണ്, നമ്മുടെ ആർക്കിടെക്ചർ ആണ് നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ഇസ്ലാമിക് അല്ലെങ്കിൽ അറബിക് ആർക്കിടെക്ചർ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്ലോറിങ് അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോൺസ്, മാർബിൾസ് എല്ലാം ഹാൻഡ് പിക്ഡ് ആണ്. അതിൽ പ്രത്യേക ഡിസൈൻ, എല്ലാ ഡിസൈനും പരസ്പരം ബന്ധിച്ചുകൊണ്ടുള്ളത്. ഈ ഹാളിൻ്റെ 4 കോർണറിലുമായിട്ട് ഒരു ഗ്ലാസ് സ്ട്രക്ചർ ഇരിക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം എന്താണെന്ന്. പ്രിസം പോലെ ഇരിക്കുന്നത്, ഉള്ളിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതൊരു റെസ്റ്റ് റൂമാണ്. ഇതൊക്കെ കാണുമ്പോൾ പണ്ട് നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന രാജഭരണ കാലഘട്ടത്തിലേക്ക് പോയ ഒരു തോന്നൽ. ഏതായാലും ഇത് വളരെ നയന മനോഹരമാണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ഒന്ന് വന്ന് കാണാൻ പറ്റുമെങ്കിൽ എല്ലാവരും മസ്റ്റ് വാച്ച്. നമ്മളിപ്പോൾ കാണുന്ന ഫ്ലോറിൻ്റെ പ്രത്യേകത, ഇത് UAE പ്രസിഡന്റ് സെലക്ട് ചെയ്തതാണ്. ഈ കളേഴ്സ് ഓരോന്നും റെപ്രസെൻ്റ് ചെയ്യുന്നത്, യെല്ലോ റെപ്രസെൻ്റ് ചെയ്യുന്ന മരുഭൂമി, അതുപോലെ നടുക്കുള്ള ബ്ലൂ അല്ലെങ്കിൽ ഗ്രേ റെപ്രസെൻ്റ് ചെയ്യുന്നത് വാട്ടർ ഓഫ് അറേബ്യൻ ഗൾഫ്. പാലസിൻ്റെ സെൻറ്ററാണിത്, ഹാർട്ട് ഓഫ് ദ പാലസ്. ഇവിടുന്ന് മുകളിലേക്ക് ഒരു ഡോമുണ്ട്. ഈ പോയിന്റിൽ നിന്ന് ഡോമിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുമ്പോൾ 15 ഫ്ലോർസിൻ്റെ ഹൈറ്റ് വരുമെന്നാണ് പറയുന്നത്. ഇറ്റ്സ് റിയലി അമേസിങ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് അൽ ബർസ. പാലസിലെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് അൽ ബർസ. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഡോക്യുമെൻ്ററിയാണ് ആദ്യം കാണിക്കുന്നത്. നമുക്ക് കാണാം. The Majlis is the essence of Bedouin culture and tradition. It's where voices are heard and ideas are shared, where people engage in dialogue and discourse with each other. Archaeological discoveries suggest that columned buildings existed here 3,000 years ago. These echoes from the past are evidence of spaces where communities gathered. Bedouin communities traveled through the desert, enduring hard and unforgiving living conditions. The Majlis was born out of the need for the community to bond and band together. It gave people a sense of belonging. മജ്ലിസാണ് അൽ ബർസ എന്ന് പറയുന്നത്. Another reason to be strong. ഇവിടെ പ്രജകൾ വന്ന് രാജാവിനെ ജസ്റ്റ് വിഷ് ചെയ്യാൻ വരും, അതുപോലെ പരാതികൾ പറയാൻ വരും, സജഷൻസ് പറയാൻ വരും. അൽ ബർസ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഇടമാണ്. ഇവിടെ രാഷ്ട്രീയപരമായ, സാമൂഹികപരമായ, വാണിജ്യപരമായ കാര്യങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യും. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഡിസ്കസ് ചെയ്യും. 1904 അബുദാബിയിലെ ഖസറുൽ ഹസനിൽ വെച്ചെടുത്ത ഫോട്ടോ നേരത്തെ കണ്ടത്. അപ്പോൾ ഖസറുൽ ഹസൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് വളർന്ന് അല്ലെങ്കിൽ ഭരണം തുടങ്ങിയ ഒരു ഇടമാണത്. അവിടുത്തെ മജ്ലിസാണ് നേരത്തെ കാണിച്ചത്. Al-Barza is where men and women from all walks of life converse and seek guidance on personal and
ഈ ഒരു ഡോക്യുമെൻ്ററിയിൽ നമുക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ട് എന്താണ് മജ്ലിസ് അല്ലെങ്കിൽ ബർസ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ മജ്ലിസ് നമുക്ക് കാണാം. ഡോക്യുമെൻ്ററിക്ക് ശേഷം മജ്ലിസ് ആണ് കാണിക്കുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട പല വ്യക്തികളും വന്നിരുന്ന് ചർച്ചകൾ കേട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഇടം മജ്ലിസ്. മജ്ലിസിൻ്റെ റൂഫും ഓരോ റൂഫുകളും വളരെ വ്യത്യസ്തമായിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ഇടങ്ങളിലും അവർ UAE ലോഗോ പതിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് പ്രസിഡൻഷ്യൽ ഗിഫ്റ്റ്സ്. പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് മറ്റുള്ള രാജ്യങ്ങൾ സമ്മാനിക്കുന്ന ഗിഫ്റ്റുകൾ, അതിൻ്റെ ഒരു ശേഖരം നമുക്ക് കാണാം. അതിൽ പല രാജ്യങ്ങളുടെ ഗിഫ്റ്റ്സുകളുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ്, എല്ലാം, നെതർലാൻഡ്സ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതുപോലെ മെഡൽസ് ഉണ്ട് പല രാജ്യങ്ങളുടെ. എല്ലാം വളരെ വളരെ മനോഹരമാണ്. യുണീക്ക് സ്റ്റൈലിലുള്ള ഗിഫ്റ്റ്സുകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ രാജാവിന് അല്ലെങ്കിൽ പ്രസിഡന്റിന് സമ്മാനിച്ചിട്ടുള്ള പല രാഷ്ട്രങ്ങളുടെ ഗൗണുകൾ, അതുപോലെ ആ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല വസ്തുക്കളും. അപ്പം നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ കണ്ടു. നമ്മളതിൻ്റെ അടുത്തേക്ക് പോവാണ്. വാവ്, ഇത് സ്വർണ്ണ ലിപികൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചർ. അപ്പം നമ്മളത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് സായിദിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോട്ട് ആണത് എഴുതിയിട്ടുള്ളത്. സമ്പത്തെന്ന് പറഞ്ഞാൽ മണിയും ഓയിലൊന്നുമല്ല. അതെന്ന് പറഞ്ഞാൽ സമ്പത്തെന്ന് പറഞ്ഞാൽ ആളുകളാണ്, ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് ഈ അറബിക് കോട്ട് എഴുതിയിട്ടുള്ളത്. പവർ ഓഫ് വേർഡ്സ്. ഇനി നമുക്ക് മാനുസ്ക്രിപ്റ്റ് കളക്ഷൻസ് കാണാം. ഈ കൊട്ടാരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പല രീതിയിലുള്ള കവിതകൾ, അതുപോലെ സാഹിത്യ കൃതികൾ, ഖുർആൻ ഉണ്ട്. അതുപോലെ തന്നെ അറേബ്യൻ നൈറ്റ്സ്, അതെല്ലാം ഇവിടെ കാണാം നമുക്ക്. ലൈബ്രറീസ് ഇൻ ദ വേൾഡ്, ഇൻ ദ അറബിക് വേൾഡ്, അതിനെക്കുറിച്ച് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഹൗസ് ഓഫ് നോളജ്. ദ ലാൻഡ് ഓഫ് കണക്ഷൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു അറബ് ലോകത്ത് നിന്നാണ് പല വിധത്തിലുള്ള ഇൻവെൻഷൻസും വന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പാലസിൽ നമുക്ക്, ഇപ്പോൾ സർജറി ഫോർ എക്സാമ്പിൾ, അതുപോലെ
കോമ്പസ് നമുക്ക് കാണാം ഇവിടെ. പല ശാസ്ത്ര പഠനങ്ങളും ഉത്ഭവിച്ചത് അറേബ്യൻ മണ്ണിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ഇബിൻ ബത്തൂത്തയെ പോലെ അല്ലെങ്കിൽ ഇബ്ൻ സീനയെ പോലെയുള്ള ആളുകളൊക്കെ അറബ് ലോകത്ത് നിന്നാണെന്ന് നമുക്കറിയാമല്ലോ. ഇതൊരു ഗ്ലോബ്, അതുപോലെ കോമ്പസ്, നേരത്തെ ഞാൻ പറഞ്ഞ കോമ്പസ്, വോൾ വെല്ലിംഗ്, പിന്നെ അതുപോലെ അറേബ്യൻ നൈറ്റ്സ്, പിന്നെ അതുപോലെ 1001 രാവുകൾ. ഇതൊക്കെ അറിയപ്പെടുന്ന അറബിക് സാഹിത്യ കൃതികളാണ്. അതിൻ്റെ എല്ലാം രൂപങ്ങൾ അല്ലെങ്കിൽ അതിലെ കുറച്ച് പിക്ചേഴ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്, അറബിക് ഇൻസ്ട്രുമെൻറ്റ്സ്. അടുത്തതായിട്ട് കാണാൻ പോകുന്ന ഒരു കോൺഫറൻസ് റൂമാണ്. ഉച്ചകോടികൾ, അറബിക് ഉച്ചകോടി, ഇസ്ലാമിക് ഉച്ചകോടി, GCC ഉച്ചകോടിയൊക്കെ UAE വെച്ച് നടക്കുകയാണെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ ഈ കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഒരുപാട് തീരുമാനങ്ങൾ, അറബ് ലോകത്തെ തീരുമാനങ്ങൾ വന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇതിൻ്റെ മുകളിലൊരു ഡോമുണ്ട്. ആ ഡോമിൽ 23 ക്യാരറ്റ് സ്വർണം പൂശിയിട്ടുണ്ട്. പല രീതിയിലും ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ ഇതാ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഉച്ചകോടികൾ നടക്കുന്ന കോൺഫറൻസ് റൂം. ഇത് ഒരു ലിഫ്റ്റ്, പാലസിലുള്ള ലിഫ്റ്റാണ്. അതുപോലെ ഇനി കാണുന്നത് നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഭോജനശാലയാണ്, ഭക്ഷണം വിളമ്പിയിരുന്ന സ്ഥലം. ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വിളമ്പിയ ഏരിയയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം 300ഓളം ആളുകളെ ഒരേ സമയത്ത് വിരുന്നൊരുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. രാജകീയം എന്ന് പറയുന്ന, രാജകീയമായിട്ട് തന്നെ ഭക്ഷണം കഴിച്ചിരുന്ന ഏരിയയാണ്. എ മെമ്മറി ഫ്രം ദ പാലസ്. നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. ഇത് പ്രസ് കോൺഫറൻസ് നടന്നിരുന്ന ഏരിയയാണ്. മാധ്യമപ്രവർത്തകർക്ക് വന്ന് ഇരുന്ന ഏരിയയാണ്. ഇത് എൻ്റെ ഫോട്ടോ ആണ് അവിടെ നിന്ന് എടുത്തു തന്നെ. എ മെമ്മറി സൂപ്പറായിട്ട് എടുത്തു തന്നെ. ഇത് പബ്ലിക് റെസ്റ്റോറൻറ്റ്, അതുപോലെ സുവനീർ സെൻറ്റർ. നമ്മൾ പുറത്തിറങ്ങി, പുറത്താണ് ഗാർഡൻ. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർഡൻ പ്ലസ് പാലസ് എന്ന്. അപ്പോൾ ഗാർഡൻ മാത്രം കാണാനാണ് എങ്കിൽ അവിടെ 25 ദിർഹമാണ് അതിൻ്റെ ചാർജ്. രണ്ടും കൂടെ കാണാൻ 60 ദിർഹം. അപ്പോൾ നല്ല മനോഹരമായിട്ട് സംവിധാനിച്ച ഒരു ഗാർഡനാണ്. ഗാർഡൻ ആക്ച്വലി ഞങ്ങൾ അധികം കറങ്ങിയില്ല. നല്ല കാറ്റുണ്ട്, മഴ വരാൻ സാധ്യതയുണ്ട്, ദുബായിൽ തിരിച്ചെത്തണം. അതുകൊണ്ട് അതിൻ്റെ ജസ്റ്റ് മുന്നിലുള്ള ഏരിയ മാത്രം ഞങ്ങൾ കവർ ചെയ്ത്. ഇവിടുന്ന് പ്രസിഡൻഷ്യൽ പാലസ് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അതുപോലെ ഫൗണ്ടെയിൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് പ്രസിഡൻഷ്യൽ പാലസ്, അതുപോലെ ഗാർഡൻ കാഴ്ചകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അബുദാബിയിലെ പ്രസിഡൻഷ്യൽ പാലസ് നമ്മൾ കണ്ടു. ഇനി അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു, ഗുഡ് ബൈ, മാസലാം.